കുട്ടികൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 16th ചാപ്റ്ററാണ്, മലയാളത്തിലെ 16th ചാപ്റ്ററാണ്. കഥയും കഥാപാത്രങ്ങളും. ശ്രീ ഭഗവതി, ഗീതാ ഹിരണ്യൻ്റെ ശ്രീ ഭഗവതി എന്ന കഥയിലെ കഥയും കഥാപാത്രങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. ആദ്യം ചെറിയൊരു ഒരു വിവർത്തനം, അതായത് ഈ ഒരു കഥയും കഥാപാത്രങ്ങളും എല്ലാം ഓരോ കഥയും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിലെ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നും കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകളെല്ലാം പറഞ്ഞിട്ട് നമ്മൾക്കത് നിരൂപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ഭഗവതി എന്ന കഥ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം കഥകൾ എന്താണെന്നല്ലേ. ഏതൊരു കഥയ്ക്കും ജീവൻ നൽകുന്നത് കഥാപാത്രങ്ങളാണ്. കഥയുടെ പൊരുൾ തേടി പോകുമ്പോൾ തന്നെ നാം പലപ്പോഴും കഥാപാത്രങ്ങളുടെ ഉള്ളുകളിൽ ചെന്നെത്തുന്നുണ്ട്. ചെറുകഥകളായിക്കോട്ടെ, നോവലുകളായിക്കോട്ടെ, ഏത് കഥകളാണെങ്കിലും അതിലെ കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷങ്ങളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അതൊരു കഥാകൃത്തിനോ കവിക്കോ പറയാനുള്ളതൊക്കെ അവർ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതിനാൽ സാഹിത്യാസ്വാദനത്തിന്, വിശകലനത്തിനും കഥാപാത്രത്തിൻ്റെ നിരൂപണത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, ഓരോ കഥാപാത്രത്തിനും ഓരോ റോളുകളായിരിക്കും ഉണ്ടാവുക അല്ലേ. അത് അവരുടെ വേഷങ്ങൾ അവർ ചിലപ്പോൾ ജീവിതത്തിൽ അതേപോലെ ആയിരിക്കണമെന്നില്ല. ജീവിതത്തിലും അതേപോലെ തന്നെ കഥയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷങ്ങൾ ആടുന്നവരായിരിക്കും ഈ ഓരോ കഥാപാത്രങ്ങളും. കഥാപാത്ര നിരൂപണത്തിൻ്റെ ആദ്യഘട്ടം കഥാഘടനയിലെ കഥാപാത്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കലാണ്. കഥാഗതിയിൽ അവർ വഹിച്ച പങ്ക് തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് നിരവധി കഥാപാത്രങ്ങളെ ഒരു കഥയിൽ കഥാകൃത്ത് വിന്യസിപ്പിക്കും. പക്ഷേ ഓരോ കഥ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കഥാപാത്രങ്ങളുടെ റോളിലും അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തതയുണ്ടാവും. ചിലപ്പോൾ ചില കഥാപാത്രങ്ങൾ നായകനായിട്ടോ അല്ലെങ്കിൽ നായികയായിട്ടോ അല്ലെങ്കിൽ നല്ല റോളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ചില കഥാപാത്രങ്ങൾ അതിനുവേണ്ടി ദുഷ്ടരായിട്ടുള്ളവരോ അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങളെ ചെയ്യേണ്ടവരോ ആയിരിക്കും. ഇതൊന്നിലും പെടാതെയുള്ള കഥാപാത്രങ്ങളും നമുക്ക് ഓരോ കഥകളിലും കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഒരു കഥാഗതിയെ കൂടുതൽ സ്വാധീനിക്കുന്ന കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും കഥാപാത്ര നിരൂപണവും തയ്യാറാക്കേണ്ടി വരുന്നത്. അത്തരത്തിലുള്ള ഒന്നിലധികം കഥാപാത്രങ്ങൾ ഒരു കഥയിലുണ്ടാവാം. കഥയിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ സ്ഥാനവും പരസ്പര ബന്ധവും നിർണ്ണയിക്കുന്നത് ആ ഒരു ഘട്ടം പൂർത്തിയാക്കി കഴിയുമ്പോഴാണ്. ഒരു കഥയെ നമ്മൾ നിരൂപണത്തിന് വിധേയമാക്കുമ്പോൾ ആ കഥയിലെ കഥാപാത്രങ്ങൾ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതായിക്കോട്ടെ, ഇനി അപ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങളായിക്കോട്ടെ, അതിനെല്ലാം നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലേ. അതിൽ സ്ത്രീകളും അധഗതികൾ, രോഗികൾ അല്ലെങ്കിൽ ദരിദ്രർ എന്നിങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന അകറ്റി നിർത്താൻ നമുക്ക് കഴിയാത്ത പലവരും അതിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. കഥാപാത്രത്തിൻ്റെ നിലപാടുകളെ സാമൂഹ്യ സാഹചര്യങ്ങളുമായി തട്ടിച്ചു നോക്കേണ്ട അവസ്ഥയും ഉണ്ട്. ഒരു നിരൂപണത്തിനൊരു കഥ നമ്മൾ കൊണ്ടുവരുമ്പോൾ എല്ലാ മേഖലകളും നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, എല്ലാ മേഖലകൾക്കും നമുക്ക് ഇമ്പോർട്ടൻസ് നൽകണം എന്നർത്ഥം. ഇവിടെ തന്നിരിക്കുന്ന കഥയായിട്ടുള്ള ഗീതാ ഹിരണ്യൻ്റെ ശ്രീ ഭഗവതി എന്ന കഥയിലെ നായിക എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉള്ളവളാണ്. ഭർത്താവിനോട് കയർക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ അവൾക്ക് കഴിയുന്നുണ്ട്. നമുക്ക് ആ കഥയിലൂടെ ഒന്ന് പോയി നോക്കാം. എന്നാൽ ഈ സ്ത്രീ എന്ന നിലയിൽ പദവിപരമായ പ്രതിസന്ധികളെ നേരിടാൻ അവർക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ കഥയിലൂടെ ഒന്ന് പോയി നോക്കാം. ശ്രീ ഭഗവതി എന്ന ഈ കഥ തുടങ്ങുന്നത് എല്ലാ തിരക്കുകളും, അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ എല്ലാ തിരക്കുകളും ഉള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. പുറമെ താൻ എത്രത്തോളം ബഹുമാനിക്കപ്പെടുന്നുണ്ട് എങ്കിലും വീട്ടിലെത്തുമ്പോൾ തനിക്ക് ആ ഒരു ബഹുമാനവും എല്ലാം അവരെ നഷ്ടപ്പെടുന്നു. കാരണം താൻ കുറച്ച് ദിവസമായി വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് വരാൻ പറ്റുന്ന, താൻ പറഞ്ഞിരുന്ന സമയത്ത് തനിക്ക് അവിടെ എത്താൻ പറ്റാതാവുകയും അതിൻ്റെ പേരിൽ ചൊടിച്ചു നിൽക്കുന്ന ഭാര്യയും, തന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ അതിനോട് കയർക്കുന്ന ഭർത്താവും, എങ്കിൽ ആ കയർത്ത് ആദ്യം കുറച്ചു നേരം അതിനെ എതിർക്കാൻ നിൽക്കാതെ പിടിച്ചു നിൽക്കുന്ന ഭാര്യയും, പിന്നീട് എല്ലാം സഹികെട്ട് വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ദേഷ്യവും കൂടി ഒന്നിച്ച് ഭർത്താവിനോട് തീർക്കുന്ന ഭാര്യയെയും, അവളുടെ എന്ത് വേണമെങ്കിലും അവൾക്ക് ചെയ്യാം, അതായത് വീടിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട് എങ്കിലും അവളുടെ ദേഷ്യത്തെ അവൾ പുറത്ത് കാണിക്കുകയും കൂട്ടത്തിൽ തനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഈ വീട് വിട്ട് തനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല, അതിൻ്റെ സൗകര്യങ്ങൾ അറിയാൻ തനിക്ക് കഴിയുന്നില്ല എന്ന ആ ഒരു ചിന്ത അവൾ കൂടുതൽ ദേഷ്യം സൃഷ്ടിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ചെറിയൊരു കഥയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൊരു ചെറിയൊരു മകളുണ്ട്. ആ മകൾക്ക് പനി പിടിച്ച് നിൽക്കുന്നു. ആ അമ്മ മകളെയും കൊണ്ട് കഷ്ടപ്പെടുന്നതും അന്നേരം കയറി വരുന്ന തൻ്റെ പൊതുപ്രവർത്തകനായ തൻ്റെ ഭർത്താവിനോട് ചെറിയ ചെറിയ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അതിനെ നിരസിക്കുമ്പോൾ അതിൽ അവൾ ക്ഷുഭിതയാവുകയും അതിൻ്റെ പേരിൽ പിന്നീട് അങ്ങോട്ടേക്ക് വഴക്കുകൾ തുടങ്ങുകയും എങ്ങനെ അവളെ സമാധാനിപ്പിക്കാം എന്ന് ആലോചിക്കുന്ന ഭർത്താവും, അവൾ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്രീ ഭഗവതിയുടെ കഥയും, അങ്ങനെ മെല്ലെ ചെറിയ രീതിയിൽ ഭാര്യയെ, അവളുടെ ദേഷ്യത്തെ ഇല്ലാതാക്കുന്ന ഭർത്താവിനെയൊക്കെയാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുന്നത്. അത് ശരിക്കും നമുക്കൊരു നിരൂപണത്തിന്, അതായത് തൻ്റെ സ്വാതന്ത്ര്യത്തെ എത്രത്തോളം, ഒരു വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയുന്ന ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ എത്രത്തോളം ഹനിക്കുന്നുണ്ട് എന്നും അതുപോലെ അവൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നതും അവളുടെ മനസ്സിനെ എത്രത്തോളം അത് അലട്ടുന്നുണ്ട് എന്നതെല്ലാം നമുക്ക് ഈ ഒരു കഥയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നമുക്കതിൽ കൂടുതലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അന്നേരം നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, കഥാകൃത്തിൻ്റെ ആശയങ്ങൾ വെളിപ്പെടുത്തുവാനുള്ള പ്രധാന ഉപാധി എന്താണ്? കഥാപാത്രങ്ങളിലൂടെയാണ് കഥാകൃത്തിൻ്റെ ആശയങ്ങൾ വെളിപ്പെടുന്നത് ആണല്ലോ. പുരാണ കഥകളിൽ പൊതുവെ കാണുന്ന കഥാപാത്രങ്ങളുടെ തരംതിരിവ് എങ്ങനെയാണ്? ശിഷ്ട കഥാപാത്രങ്ങളെന്നും ദുഷ്ട കഥാപാത്രങ്ങളെന്നും ഉണ്ടാവും അല്ലേ. അതായത് എന്താണ്, ഏത് കഥാപാത്രങ്ങളിലാണെങ്കിലും ഏത് കഥയിലാണെങ്കിലും, പുരാണ കഥയിലായിക്കോട്ടെ ഏത് കഥയിലാണെങ്കിലും ശരി,
ശിഷ്ടനെന്ന്, അതായത് നായകനായിട്ടും വില്ലനായിട്ടും കഥാപാത്രങ്ങളുണ്ടാകും അല്ലേ. എന്നാൽ സമൂഹത്തിൽ എന്ന പോലെ തന്നെ കഥയിലും പൂർണ്ണമായും ശിഷ്ടരോ ദുഷ്ടരോ ഉണ്ടാകണമെന്നില്ല. അവരെന്താണ്, ചില സമയത്ത് ശിഷ്ടർ ദുഷ്ടരുമാകാം, ദുഷ്ടരെന്താകാം ശിഷ്ടരുമായിട്ട് മാറാം അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, കഥാപാത്ര നിരൂപണത്തിന് പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്നത് ആരെ? കഥാഗതിയെ കൂടുതൽ സ്വാധീനിക്കുന്ന കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും കഥാപാത്ര നിരൂപണം മുന്നോട്ട് പോകുന്നത് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാക്കി പാരഗ്രാഫിൽ വരുന്ന ക്വസ്റ്റ്യൻസും കൂടി നോക്കണം. ഇത് ഇപ്പം തന്നെ ഒരു 10 ആയി, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചുരുക്കമാണ്. ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ.